കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഇത്ര നേരം ഞാൻ കുടിച്ചല്ലേ? വെളുക്കാകുമ്പോ ആള് വന്നു കേട്ടില്ല. ഒരാള് ഒരു ഗ്യാസ് ആയിട്ട് രാത്രി കരുതി വെച്ചേക്ക് പറഞ്ഞത്. മനസ്സിലായല്ലോ. വിളിച്ചോ? എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തൽ ഒരുക്കങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ നമുക്ക് ആലുവ പോയി കാണാം. വൈകാ എന്തെങ്കിലും ഒരു പോകുമ്പഴി കണ്ടുപിടിച്ചേ പറ്റൂ. അതൊരു നല്ല ഐഡിയ. പോവാം. നിങ്ങൾ ബേജാറാവേണ്ടിരിക്കും. ഒരു രക്ഷയില്ലെങ്കിൽ ഞമ്മക്ക് ഒടുക്കത്തെ കളി കളിക്കാം. പന്തൽ കെട്ടുന്നു, കായകറികൾ നുറുക്കുന്നു, ദേഹണ്ണക്കാർ തകൃതിയായി പണിയെടുക്കുന്നു. പക്ഷെ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ട് രാത്രി തന്നെ നന്ദിനി അവിടെ കടത്തിയാലോ? വിളക്കുന്നവരെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് അത് നടപ്പില്ല. വേണ്ടി വന്ന ബലപ്രയോഗം തന്നെ നടത്തും. ആര്? രാഘവട്ടം പ്രയോഗിക്കോ ബലം? അയ്യടാ, വാചകത്തിന് മാത്രം ഒരു കുറവുമില്ല. നീ മിണ്ടാതിരി. ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി അഭിപ്രായം ഒന്നും പറയണ്ട. കാരണമൊന്നുമില്ല. ക്ലിപ്പിട് ഞാൻ ക്ലിപ്പ്. പറ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമാണെങ്കിലോ കെട്ടിത്തരില്ല എന്ന് അമ്മാവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിലും പെരുമാറ്റത്ത് കുഴപ്പമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അച്യുതനെ താറടിക്കാനുള്ള എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അതിന് പണിയുണ്ട്. എന്തു പണി? എനിക്ക് ചിലപ്പോ പുതിയൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നേക്കും. എന്ത് വേഷം? സസ്പെൻസ് കളയണ്ട, നമുക്ക് രാവിലെ കാണാം. തോറ്റാൽ പിന്നെ ഞാൻ ആകപ്പാടെ നാറും. ആലിക്കോയ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ ധൈര്യമായിട്ട് പോയിക്കോ. ഒരു 10 മിനിറ്റ് നേരം ബസ് മുലായുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. ഒന്ന് ചെല്ലുന്നു, പങ്കെടുക്കുന്നു, പോരുന്നു. 10 മണിക്ക് ഓഫീസിൽ പോകണം. ഒരു 10 മിനിറ്റ് മതിയാശാനെ. ഇങ്ങനെ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണെന്ന് കരുതി ബഹുമാനപ്പെട്ട എല്ലാ യാത്രക്കാരും ഞങ്ങളോടുകൂടി സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചേട്ടാ, മനുഷ്യനെ മൂത്രമൊഴിക്കാനും സംഭവിക്കും. അവിടെ മൂത്രം കെട്ടിട്ടിരിക്കുന്നേ, എന്നിട്ട് കിടന്നുറങ്ങാനല്ല. എന്നേടാ ഇത് കണ്ട ചേട്ടാ, ചെറുക്കനെ കൊണ്ടുവരും വരുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാം. നിർത്തേ. നമസ്കാരം. എല്ലാരും നേരത്തെ എത്തിയല്ലോ. അങ്ങോട്ട് കയറി. കാല് അല്ല, വെള്ളം വയ്ക്കണ്ടേ? നമ്മള് തമ്മിൽ അങ്ങനെയുള്ള ആചാരം വല്ലതും വേണോ മോനെ? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. അല്ല, എന്നാലും വെറുതെ ഒന്ന് കഴിക്കോട്ടെ. അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വേണ്ട, എല്ലാരും അങ്ങോട്ട് കയറി ഇരിക്കേ. മൂലക്ക്. ഓ ചന്ദന. അമ്മ, വേലക്കാരെന്താ തുടങ്ങാത്തെ?
സമയമായി, മേളക്കാരെന്താ തുടങ്ങാത്ത? സമയമായില്ല മോനെ. അയ്യോ സമയമായി. അത് ഞാൻ തീരുമാനിച്ചോളാം. സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ചെറുക്കനും പറ്റും. മേളം മേളം ആരാണ്? വരൂ വന്നോളൂ. എനിക്ക് വിഷമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ. ആരല്ല കുഞ്ഞിനെ വിളിക്കാം. വഴക്കില്ലാതെ പ്രശ്നിപ്പിക്കാമോ? എന്നതാണ് കേറില്ല അമ്മാവ. അമ്മാവല്ല ഒന്ന് വിളിക്കളാം. പോടാ പുല്ലേ. കള്ള യമ ഭാഷ ഉണ്ടിട്ടേ പോകൂ. മാറിക്കണോട്ടെ. ഞാൻ ഒന്ന് മാറിക്കോളൂ. ഒന്ന് മാറിക്കൊടുക്കൂ. അവിടെ നാളെ മാറ്റി നോക്കി നിൽക്കാൻ ആളെ ഒന്ന് മാറ്റി അങ്ങോട്ട് കൂട്ടും. ഒന്ന് മാറിക്കൊടുക്കും. പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായിട്ട് മതി. ഇത് എവിടുത്തെ ഏർപ്പാടാ? ഞങ്ങൾ പറ്റിക്കാൻ നോക്കുക. എന്തുവാണ് ഇത്? ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നിൽക്കുന്നു ഇവിടെ അതുപോലെ. ഇങ്ങോട്ട് കാണും. ഈ കല്യാണം നിയമവിരുദ്ധമാണ്. എന്താ എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ രജിസ്റ്റർ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. രണ്ടാമതൊരു കല്യാണത്തിന് ശ്രമിച്ചാൽ എല്ലാത്തിനും ഞാൻ അറസ്റ്റ് ചെയ്യും. എന്റെ മകളുടെ വിവാഹം ഞാൻ അറിയാതെ നടന്നോ? അതെ, ഈ നിൽക്കുന്ന മുറച്ചെറുക്കൻ അച്യുതനും ഈ പെൺകുട്ടി തമ്മിലുള്ള രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളാണിത്. ആർക്കും പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാം. കള്ളമില്ല, കപടമില്ല, മായയില്ല, മന്ത്രമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോ മനഃപൂർവ്വം ഞങ്ങൾ വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? എന്തായാലും കല്യാണം നടക്കട്ടെ, ബാക്കി നമുക്ക് കോടതിയിൽ. ഇത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റാണ്. ദിസ് ഈസ് അറസ്റ്റ് വാറന്റ് ആൻഡ് ഐ ആം അണ്ടർ അറസ്റ്റ്. പിടിക്കുവിടെ. ഈ ചതി ഞങ്ങളോട് വേണ്ട. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. വണ്ടി മാറ്റണം. ഞാനെന്നാ പോലീസ് ഇൻസ്പെക്ടറായത്? വണ്ടി മാറ്റണം. പോലീസൊന്നുമല്ല. ആ ലോഡ്ജ് അത് ഞങ്ങൾ വരണ്ടേ? അല്ല ഞങ്ങൾ വരണ്ടേ? വേണ്ട, നിങ്ങളോട് നിന്നാ മതി. ഞങ്ങൾ പോയിട്ട് വരാം. കേറാതെ വണ്ടി പോകാനോ? നോക്കിയിരിക്കാതെ വണ്ടി വിടറോ. വിസിൽ അടിച്ചില്ല മുതലാളി. വിസിലോ കണ്ടക്ടറെ? എന്താ ഇനി ആരെങ്കിലും കേറാനുണ്ടോ? പോയി ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാരിതേ മൂത്തൊഴിക്കാൻ പോയിരിക്കുകയാണ്. ഇത് എന്റെ വണ്ടിയെ ഞാൻ തീരുമാനിക്കുന്നത്. അവനെ മൂത്തൊഴിക്കണ്ടേ? വിസിലോ? വിസിലില്ലേ? അറിയാതെ വിസിൽ എന്റെ വിസിൽ പോയത് പിന്നെ ഞാൻ നീങ്ങുന്നില്ല. നീങ്ങുന്നില്ലേ?
പ്രഖ്യാപിച്ചത്? ആരാണെന്ന് പറഞ്ഞ ഇവിടെ മാറ്റാൻ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി ഓടെ. ശങ്കര ഇവിടെ എവിടെയായിരുന്നു മോലാളി? ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയിരിക്കുക. സത്യം പറഞ്ഞെങ്കിൽ ഇടിച്ചതിന്റെ ചന്തയാമായിട്ട് കളയും. രാവിലെ പോയതാ. എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ലാ സത്യം എനിക്ക് അറിഞ്ഞൂടാ. വേറെ ആരുമില്ല ഇവിടെ? ആരുമില്ല, ഒക്കെ പൂട്ടി പോയിരിക്കുക. സത്യം സത്യം. വണ്ടി എടുത്തേ. വിസിലടിച്ചില്ല, കണ്ടക്ടർ ഒന്നുമില്ല. അങ്ങോട്ട് പോയി. ഞാനിവിടെ ഉണ്ടേ. വരുന്നുണ്ടോ? പോരെ പോരെ പോരാ. പിന്നെ അവിടെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അവിടെ സദ്യ ഒന്നുമില്ലല്ലോ. അത് ഞാൻ തീരുമാനിച്ചോളാം. താനവിടെ എന്ത് ചെയ്യുക? ഞാനിവിടെ മനുഷ്യന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സമ്മതിക്കില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പ്രാഥമിക ആവശ്യം നിറവേറ്റി താനവിടെ ഇരുന്നോ, ഞങ്ങൾ പോവുക. വിസിലടിക്കടാ, ആരെങ്കിലും വിസടിക്കടാ. ഞാനും മനുഷ്യൻ പട്ടം ചുടാൻ കൂടെ സമ്മതിക്കല്ലോ. ഇന്ന് ഞാൻ ശരിയാക്കിയില്ലെങ്കിലേ കൊടലിന്റെ ഒന്ന് ഞാൻ ഊരടാ. ഞാൻ പോട്ടെ. ഞാനിതൊക്കെ ചെയ്തത് സ്വത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണെന്ന് അമ്മ വിചാരിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ വലുത് ദേ ഇത് തന്നെ. അല്ല, അമ്മാവൻ വലിയ ഈശ്വര വിശ്വാസിയാണല്ലോ. എന്നെ സൃഷ്ടിച്ചതും അമ്മാവനെ സൃഷ്ടിച്ചതും ഈശ്വരനാണല്ലോ. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും.
അത് വേഗം കയറിയിട്ടമാ ഒന്ന് മാറിക്കോ ഒന്നും മാറാൻ പറ്റില്ല ടിക്കറ്റ് എടുത്താ ടിക്കറ്റ്